നമ്മുടെ ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് പാർലമെന്റിൽ ഒരു ബില്ല് അവതരിപ്പിച്ചു. അതായത് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റി പിന്നെ ചില മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് ഒരു ബില്ല് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ചു. പക്ഷെ അപ്പോൾ അന്നേരം അവിടെ ഒരാളില്ല. ഇതിനു മുന്നേ പല ബില്ലുകളും പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോഴും പാർലമെന്റ് കൂടുന്ന സമയത്തും അവിടെ ഇരിക്കേണ്ട ഒരാൾ അവിടെ കാണത്തില്ല. അപ്പം സ്വാഭാവികമായിട്ടും ആരാന്ന് മനസ്സിലായി കാണും. സ്വാഭാവികമായിട്ടും ഈ പെട്ടെന്ന് അപ്രത്യക്ഷനാവുന്ന ആളാണല്ലോ. വോട്ട് ജോലിയൊക്കെ കൊണ്ടുവന്നു എല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ പിള്ളേരെ കളിപ്പിക്കുന്നവർ ഇങ്ങനെ ഒന്ന് കൊണ്ട് കാണിച്ചിട്ട് അങ്ങ് പോവും. അപ്പൊ അതാണല്ലോ പുള്ളിയുടെ ഒരു പ്രധാനപ്പെട്ട രീതി. അപ്പൊ അതിനെ പക്ഷെ ന്യായീകരണമായിട്ട് നേതാക്കളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ന്യായീകരണമുണ്ട്. അതാണല്ലോ ഈ കോൺഗ്രസിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു രീതി എടുത്തു നോക്കിയാൽ മതി. അതായത് എല്ലാത്തിനും അവർക്ക് ന്യായീകരണങ്ങളുണ്ട്. എന്ത് ചെയ്താലും, അതായത് എന്ത് പറപ്പുകേട് കാണിച്ചാലും അതിനെ ന്യായീകരിക്കാൻ ഇപ്പുറത്ത് ഒരു പറ്റം ആൾക്കാരുണ്ടെന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു രീതി തന്നെ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധി ഇത് ഇടയ്ക്കിടയ്ക്ക് എവിടാ പോകുന്നേ? ഇടയ്ക്കിടയ്ക്ക് പുള്ളി എങ്ങനെ മുങ്ങുന്നുണ്ട്. നേരത്തെ ഈ ഇലക്ഷന്റെ സമയത്തൊന്നും മുങ്ങിയ സമയത്ത്, ഇലക്ഷൻ കഴിഞ്ഞപ്പോ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് തോൽവിയൊക്കെ കിട്ടിയ സമയത്ത് ഇവിടുന്ന് മുങ്ങിയ സമയത്ത് ഒരാളെ കാണാൻ പോയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയി. ഇനി ആ രീതി പോയതാണോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എവിടാണ് പുള്ളി? ഇത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയമായ പക്വതയില്ലായ്മ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയെ വല്ലാതെ പിടികൂടിയിരിക്കുന്ന ഒരു കാര്യമാണ്. രാഷ്ട്രീയമായി നമുക്കൊരു പക്വത ഉണ്ടാകണം. ഒരു വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ അടിയുറച്ചു നിൽക്കാനും ആ വിഷയത്തിന്റെ പിന്നാലെ പോകാനും ഒടുവിൽ അന്തിമ വിജയം നേടിയെടുക്കാനും കഴിയുന്ന തരത്തിലുള്ള ഒരു സ്ഥൈര്യം എന്ന് പറയുന്നത്, സ്ഥിരത, അതില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് രാഹുൽ ഗാന്ധി. എനിക്ക് തോന്നുന്നു അർഹിക്കാത്തത് വീണ് കിട്ടിയ എന്ന് പറയത്തില്ലേ, നമ്മളിപ്പോൾ അങ്ങനെ പറഞ്ഞതിൽ പ്രയോഗമുണ്ട്. അർഹിക്കുന്ന ഒരു സ്ഥാനത്തല്ല ഇപ്പൊ രാഹുൽ ഗാന്ധി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തരൂര് പറഞ്ഞതുപോലെ, തരൂര് എന്ന് പറഞ്ഞില്ലേ ഈ കുടുംബ വാഴ്ച, അതായത് നല്ല നേതാക്കൾ പാർട്ടിയിലുണ്ടെങ്കിലും നല്ലപോലെ പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിലും അതിന് സജ്ജമായവർ ഉണ്ടെങ്കിലും അവർക്കൊന്നും ഒരു വഴി തെളിച്ചു കൊടുക്കാതെ ഈ കുടുംബാധിപത്യം കൊണ്ട് വന്നതിന്റെ എല്ലാ പ്രശ്നവും രാഹുൽ ഗാന്ധിക്കുണ്ട്. ഉണ്ട്. അതിൻ്റെ ഒരു വലിയ പ്രശ്നമല്ലേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു വലിയ ദാരുണാവസ്ഥയല്ലേ കോൺഗ്രസ് പാർട്ടി മൊത്തത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാരത് ജോഡോ യാത്ര എന്ന് പറഞ്ഞ ഒരു യാത്രയും ന്യായ് യാത്രയും 2 യാത്രകൾ നടത്തിയിരുന്നു. ഇത് പലയിടത്തും ഈ 2 യാത്രകളും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ 2 യാത്രകളുടെയും വഴി BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഒഴിച്ചു നിർത്തിക്കൊണ്ടായിരുന്നു. അവിടെ ഒന്നും പോയില്ല. BJPക്ക് പ്രാധാന്യമുള്ള ഒരു മേഖലയെ പോലും തൊടാതെ ആരെയൊക്കെയോ സന്തോഷിപ്പിക്കാനും എന്നാൽ ഞാനിത് നടത്തിയേ എന്ന് ബാക്കിയുള്ള കോൺഗ്രസ്സിലിരിക്കുന്ന പൊട്ടന്മാർക്കും ബോധ്യപ്പെടാൻ വേണ്ടി മാത്രം നടത്തിയ ഒരു പരിപാടിയായിരുന്നു ഈ ഭാരത് ജോഡോ യാത്രയും ന്യായ് യാത്രയും ഒക്കെ. അതിൻ്റെ പിന്നാലെ പെട്ടിയും കുടയും പിടിച്ചിട്ട് നടന്ന ഒരാളാണ് നമ്മുടെ പിന്നെ KC വേണുഗോപാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ ഈ യാത്രകൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രയോജനം കിട്ടിയില്ല. ഇത് BJP വിരുദ്ധത അടിമുടി നിറഞ്ഞു നിൽക്കുന്ന കുറേയധികം പാർട്ടികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണിക്ക് രൂപം കൊടുത്തു. അങ്ങനെ ആ മുന്നണി, എന്നാൽ ആ മുന്നണി ശക്തമായ രീതിയിൽ വന്നു, അതിനനുസരിച്ച് വോട്ടിംഗ് ശതമാനം കിട്ടി. എന്നാൽ ആ മുന്നണി പിന്നീട് തകർന്ന് തരിപ്പണമായി പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. ഇന്ത്യ മുന്നണി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാം, ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നും പറയേണ്ടി വരും. ഇതാ അവസ്ഥ. ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കുന്നതിന്റെ പ്രധാന കാരണക്കാരനാണ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ആളാണെന്നേ, ഈ രാഹുൽ ഗാന്ധി തന്നെയാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, രാഷ്ട്രീയമായി പക്വതയില്ലായ്മ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ രാജ്യത്തെ വളരെ സുപ്രധാനമായി രാജ്യത്തെ ലക്ഷക്കണക്കിന് ആളുകളുടെ അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു വലിയ ബില്ല് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടു, സഭയിൽ അവതരിപ്പിക്കപ്പെട്ടു. എവിടെയാണ് പ്രതിപക്ഷ നേതാവ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ ഇല്ല എന്ന് നമുക്ക് കരുതാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഭയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ പ്രധാനമന്ത്രി എവിടെയാ പോയത്? പ്രധാനമന്ത്രി പോയത് മറ്റു രാജ്യങ്ങളിലേക്ക് പോവുകയും വിദേശ രാജ്യങ്ങളിൽ അവിടുത്തെ രാഷ്ട്ര നേതാക്കന്മാരുമായി ചർച്ച നടത്താനും ഒക്കെ വേണ്ടിയിട്ട് പോയതാണ് എന്ന് നമുക്ക് പറയാം. അതൊക്കെ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട, ഷെഡ്യൂൾ ചെയ്യപ്പെട്ട പരിപാടികളായിരിക്കും. എന്നാൽ ഈ പ്രതിപക്ഷ നേതാവ് പോയിരിക്കുന്നത് എവിടെയാ? എന്നിട്ട് ഈ ഒരു ഉളുപ്പും ഇല്ലാതെ ചില കോൺഗ്രസ് നേതാക്കന്മാർ അവിടെ പോയി BMW ബൈക്കിന്റെ പുറത്തിരിക്കുന്ന ഈ രാഹുൽ ഗാന്ധിയുടെ പടം എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. സോഷ്യൽ മീഡിയയിലൂടെ വലിയ പ്രചാരം കൊടുത്തു. രാഹുൽ ഗാന്ധി എന്തോ അവിടെ പോയിട്ട് പിന്നെ ഈ പണ്ട് പിന്നെ തിമിംഗലത്തെ പിടിച്ചുകൊണ്ട് വരുന്ന ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, അതുപോലെ എന്തോ വലിയ കാര്യം ഇന്ത്യക്ക് വേണ്ടി ചെയ്യാൻ പോയിരിക്കുകയാണ് എന്നുള്ള ധാരണയിൽ ഫേസ്ബുക്കിൽ ഈ പറയുന്ന കോൺഗ്രസ്സുകാരെല്ലാം കൂടി ഇതെടുത്ത് അങ്ങ് ഷെയർ ചെയ്തു.
അല്ലെ, പൊട്ടന്മാരാണെന്നേ അവര്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പിന്നെ ഇവിടെ ശീതകാല സമ്മേളനം നടക്കുന്ന സമയമാണ് ലോക്സഭയിൽ. ആ ശീതകാല സമ്മേളനത്തിന്റെ കലണ്ടർ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളായിരിക്കണം അവിടുത്തെ എം പി ആയിട്ടിരിക്കുന്നത്. ആ എം പി ആയ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന് ഇതൊക്കെ അറിയാം. ഇത്ര മാസം, നവംബർ മാസം ഇത്രാം തീയതി മുതൽ ഡിസംബർ മാസം ഇത്രാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഒന്നാണ് ലോക്സഭ ശീതകാല സമ്മേളനം എന്നുള്ളതിനെ കുറിച്ച് അറിവില്ലാത്ത ഒരാളൊന്നും അല്ല ഈ പറയുന്ന രാഹുൽ ഗാന്ധി. അപ്പൊ ഇവിടെ നടക്കുന്ന ശീതകാല സമ്മേളനത്തെക്കാൾ പ്രാധാന്യമുണ്ട് അദ്ദേഹത്തിന് BMW പ്ലാന്റ് സന്ദർശിക്കും മ്യൂണിക്കിലെ. അല്ല, ജർമ്മനി യാത്ര നടത്തുന്നു. അവിടെ പോയി എന്ത് തേങ്ങയാണ് കൊണ്ടുവരുന്നത്? അവിടെ പോയിട്ട് എന്ത് കുന്തമാണ് നമ്മുടെ ഈ രാജ്യത്തിന് വേണ്ടി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ രാഹുൽ ഗാന്ധി സഭയിൽ ഇരുന്നാലും ഇരുന്നില്ലെങ്കിലും എല്ലാം ഒരുപോലെ, വലിയ കാര്യമൊന്നുമില്ല, ഒരു കാര്യമില്ല. അപ്പം ഇത് ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ കുറെ മരപ്പട്ടന്മാരായിട്ടുള്ള കുറെ MP മാരുണ്ട്. ഇവരവിടെ പോയതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാക്കിയോ? ഒരു സംസ്ഥാനത്തിന് വേണ്ടി എന്തെങ്കിലും പ്രയോജനം ഉണ്ടാക്കിയോ? ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അവരവിടെ പോയിട്ട് പോറ്റിയെ കയറ്റി എന്നും പറഞ്ഞിട്ട് അവരവിടെ ഗാനമേള നടത്തി. ഇതെല്ലാം കഴിഞ്ഞ് ആ ദിവസം ഇവർ ഈ ഗാനമേള നടത്തുന്ന സമയത്ത് ആ ബില്ലിന് എതിർപ്പ് പ്രഖ്യാപിച്ചുകൊണ്ട് CPM-ന്റെ ഇടത് MP മാർ അവിടെ പ്രക്ഷോഭം നടത്തിയായിരുന്നു, മഹാത്മാഗാന്ധിയുടെ ഫോട്ടോയൊക്കെ പിടിച്ചുകൊണ്ട്. അതും കഴിഞ്ഞിട്ടാണ് അവർക്ക് അന്നേരം മനസ്സിലായി അബദ്ധം പറ്റിയെന്ന് മനസ്സിലായി. ഈ പോറ്റിയെ കയറ്റി അല്ല വേണ്ടത്, അടുത്ത വേണ്ടത് ഇതാണെന്ന് കരുതിക്കൊണ്ട് വീണ്ടും ചുമ്മാ ഒരു പ്രഹസനം നടത്തി. അപ്പോഴും അവിടെ പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യമില്ല. ഈ പ്രതിപക്ഷ നേതാവ് നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ, ഒരു ബില്ല് അവതരണത്തിൽ എപ്പോഴെങ്കിലും പങ്കെടുത്തതായിട്ട് നമുക്കറിയാം. അവിടുത്തെ ഹാജറിലെ നില നോക്കിയാൽ മതി. എവിടേക്കാണ് ഈ മുങ്ങുന്നത്? ആറെടുത്തു നിന്നാണ് ഈ മുങ്ങുന്നത്? എന്താണ് ഇങ്ങനെയുള്ള ഗുണം? ഇങ്ങനെ ഒരു നേതാവിനെ ചുമന്നുകൊണ്ട് നടക്കുന്നതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് എന്താണ് ഗുണം? ശരിക്കും ഈ പാർലമെന്റ് സമ്മേളനം വിളിക്കുന്ന സമയത്ത് അവിടെ ഇരുന്നാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരും. ആര് പറയും? പറയാൻ അറിയത്തില്ലല്ലോ. എന്ത് പറയാൻ? എന്തെങ്കിലും പറയേണ്ടി വന്നാലോ, പറയാൻ അറിയത്തില്ലല്ലോ. അപ്പൊ പിന്നെ അവിടെ വന്ന് ചുമ്മാ ഇരുന്നിട്ട് മറ്റേ വടി വിഴുങ്ങി ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ചർച്ചകൾ വന്നാലോ, അപ്പൊ ഇനി എന്തെങ്കിലും വായിന്ന് വീഴേണ്ടി വന്നാലോ, അത് വീണ് കഴിഞ്ഞാൽ അത് അബദ്ധമായിരിക്കും. വീണ് കഴിഞ്ഞാൽ അബദ്ധമൊന്നും മാത്രമല്ല, തന്റെ വായിന്ന് വല്ലതും വീണ് കഴിഞ്ഞാൽ അത് BJPക്ക് ദോഷം ചെയ്യുമോ എന്നുള്ളൊരു പേടിയുണ്ട്. ആ പേടി രാഹുൽ ഗാന്ധിക്കുണ്ട്. അത് എല്ലാ കാലവും രാഹുൽ ഗാന്ധി വെച്ച് പുലർത്തിയിരുന്നൊരു കാര്യമാണ്. BJPയെ പേടിയാ. പക്ഷെ എന്നിട്ട് പറയുന്നത് ഞാൻ സംഘപരിവാർ ഇസത്തിനെതിരായി പോരടിക്കാൻ നിൽക്കുന്ന ശക്തനായ പോരാളിയാണെന്ന് പറയും. ഈ പോരാളിയെ കാണുന്നില്ല. വോട്ട് ചോരിയും കൊണ്ട് വന്നിട്ട് എന്തായി? ആ വോട്ട് ചോരി അതിനുശേഷം എന്തെങ്കിലും ചെയ്തോ? എന്തെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ രാഹുൽ ഗാന്ധിയെ കൊണ്ട് കഴിഞ്ഞോ? ഇല്ല. വേണമെങ്കിൽ പറയാം, ഒരു അലയൻസ് ഡീലുണ്ട്. ആ വോട്ട് ചോരി മുന്നോട്ട് കൊണ്ടുപോയിരുന്നതിന് പിന്നെ പ്രതിഫലം കിട്ടിയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്താണ് ആ പ്രതിഫലം? നാഷണൽ ഹെറാൾഡ് കേസിൽ അമ്മയും മോനെയും വെറുതെ വിട്ടു അല്ലെ? അത് കോടതി സ്റ്റേ ചെയ്തു ആ നടപടി. അപ്പൊ അതിന്റെ ഒരു ഈ പറയുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാം. അത് യാഥാർത്ഥ്യമാണ് എന്നല്ല പറയുന്നത്. ഇവർ തമ്മിൽ നടന്ന ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഞാൻ വോട്ട് ചോരി വിടുകയാണെ, നിങ്ങൾ അതുകൊണ്ട് നാഷണൽ ഹെറാൾഡ് കേസ് എന്നെയും എൻ്റെ അമ്മയും മോചിപ്പിക്കണം എന്നൊരു പക്ഷേ ആവശ്യപ്പെട്ടിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെ വന്നപ്പോൾ വോട്ട് ചോരി വെറുതെ പോയി. പോട്ടെ, ഇനി ഇതെല്ലാം വിട്ടേക്കൂ. ഇവിടെ ഇതേ MP ആയിട്ടിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ പ്രശ്നങ്ങളുണ്ട്. ആ മണ്ഡലത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് പറയാൻ ഈ MP കഴിഞ്ഞിട്ടുണ്ടോ ഇന്ന് വരെ? അല്ലെ, വയനാടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം നീക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഫണ്ട് വെട്ടിച്ചാണ്ട് അതിന്റെ കാര്യത്തിൽ ഇന്ന് വരെ തീരുമാനം ഉണ്ടാക്കിയിട്ടില്ല. അത് മാത്രമല്ലെന്നേ, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരാൾ 100 വീടാണ് വയനാട്ടുകാർക്ക് പുനരധിവാസിക്കാൻ വേണ്ടി വസിപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞു. എന്തായി? രാഹുൽ ഗാന്ധി വീട് വെച്ചു കൊടുത്തു? ഇല്ല, വീട് വെച്ചു കൊടുത്തിട്ടും ഇല്ല. മറ്റേ ഇവിടെ ഉണ്ടായിരുന്ന കുട്ടിപ്പട്ടാളങ്ങൾ അത് വാങ്ങിച്ച് പുട്ടടിക്കുകയും ചെയ്തു. ശരിയാ അല്ലേ? അപ്പൊ ഇങ്ങനെ പിന്നെ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ നടക്കുന്ന ഒരു ലോക്സഭാ MP, പ്രതിപക്ഷ നേതാവ് എന്തിനാണ് ശരിക്കും ഇങ്ങനെയൊക്കെ വേണ്ടത്? എന്നിട്ട് ഉളുപ്പില്ലാതെ ന്യായീകരിക്കാൻ നടക്കുന്ന കുറെ ഏമാന്മാരും. ഇന്ന് കൊടിക്കുന്നിലൊക്കെ പറയുന്നത് കേട്ട് സത്യം പറഞ്ഞ ലജ്ജയില്ലേ എന്ന് നമുക്ക് ആ മാധ്യമപ്രവർത്തകർക്ക് മൈക്ക് മാറ്റിയിട്ടാണെങ്കിൽ ചോദിച്ചാൽ നാണം ഉണ്ടോ കൊടിക്കുന്നില് എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചേനെ. അത്രയ്ക്ക് ലജ്ജയില്ലാത്ത തരം ന്യായീകരണം. എന്താണ് പറയുന്നത്? മുൻപ് നിശ്ചയിച്ച പരിപാടിയായിരുന്നു ഇത്. മുൻപ് BMW-ന്റെ കാർ ഓടിക്കാനും ബൈക്ക് ഓടിക്കാനും വേണ്ടിയിട്ടാണ് മുൻപ് നിശ്ചയിച്ച പരിപാടി. ഇവിടെ ആണ്ട് വലിയ കനപ്പെട്ട എന്തോ സംഭവിക്കാൻ പോകും. നല്ല BMW-ന്റെ അവിടെ പോയിട്ട് ഇന്ത്യയിലേക്ക് അല്ലാന്നുണ്ടെങ്കിൽ വയനാട്ടിലേക്ക് BMW-ന്റെ ഒരു ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ? ഒരു പ്ലാന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണോ? അവിടെ പോയി വണ്ടിയെ കയറുന്നതിന് ഫോട്ടോ എടുക്കുക. ഉളുപ്പില്ലാതെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉളുപ്പില്ലാതെ എടുത്ത് ഷെയർ ചെയ്യാൻ കുറെ പൊട്ടന്മാർ. എന്നിട്ട് ന്യായീകരണമാണ് സഹിക്കാൻ പറ്റാത്തത്. ഇതൊക്കെ മുൻപ് തീരുമാനിച്ച പരിപാടികളാണെന്ന്. ഇവിടെ വളരെ പ്രമാദമായ ബില്ല് അവതരിപ്പിക്കാൻ, ലക്ഷക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്ന പിന്നെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട വളരെ വിശദമായ ഒരു ബില്ല് അവതരിപ്പിക്കാൻ പോവാ. ആ സമയത്ത് ആളില്ല. ഇത് ഈ പറയുന്ന ഇത് രാഹുൽ ഗാന്ധിയോട് എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് അറിയത് പോലും ഉണ്ടാവും. ഒരു പക്ഷെ അറിയത്തില്ല ഇത് എന്താണ് സംഭവം നടക്കുന്നത് പോലും അറിയത്തില്ല. നമുക്കറിയാമല്ലോ, തൈര് എന്ന് പറഞ്ഞിട്ട് കുറെ കാലം തമിഴന്മാരുടെ കൂടെ തമിഴ്നാട്ടിൽ പോവുക, വെള്ളത്തിൽ ചാട്, ഇതൊക്കെയാണ് പുള്ളിക്ക് പറഞ്ഞ പണി. അവിടെ പോയി പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കുക, പിന്നെ മത്സ്യത്തൊഴിലാളികളുടെ കൂടെ വെള്ളത്തിൽ ചാടുക,
കുളിക്കാൻ പോവുക, ഇതൊക്കെയാ പുള്ളിക്ക് പറ്റിയ പണി. അല്ല, പുള്ളിക്ക് പൊളിറ്റിക്സ് പറ്റിയ പണിയല്ല. രാഷ്ട്രീയം, അതായത് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനം എന്നൊന്നും ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്ക് ചേരുന്ന പരിപാടിയൊന്നുമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന പിന്നെ അച്ഛൻ ആനപ്പുറത്തിരുന്ന മോന് മാതത്തഴമ്പ് ഉണ്ടാവുമെന്ന് പറയുന്ന പോലെയാണ്. ആ അച്ഛൻ ആനപ്പുറത്ത് ഇരുന്ന് പോയി, അതിന്റെ തഴമ്പ് ശരിക്കും പറഞ്ഞാൽ മോന് മാതത്തഴമ്പുണ്ട് എന്ന് നമ്മൾ പറയേണ്ടി വരും. അത് തന്നെയാണ് ഈ പറയുന്ന ശശി തരൂർ പറയുന്നത്. ഇമ്മാതിരി കാട്ടായം കാണിക്കുന്ന ആൾക്കാരെ പിന്നെ ശശി തരൂർ എന്ത് പറയണം? ഇമ്മാതിരി ജനങ്ങളോട് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ, ജയിപ്പിച്ചു വിട്ട ജനങ്ങളോട് ഒരു മര്യാദ കാണിക്കാതെ, ലോകം മുഴുവൻ കറങ്ങി കിടന്ന് BMW ബൈക്കേലും കയറി, കുട്ടിക്കളി മാറിയിട്ടില്ല, ബൈക്കേലും കയറി കാറേലും കയറി കറങ്ങി അടിച്ച് നടക്കുന്ന ഈ പറയുന്ന രാഹുൽ ഗാന്ധിയെ പിന്നെ ശശി തരൂർ എന്താ പറയേണ്ടതെന്ന് എന്നോട് പറഞ്ഞാ. ശശി തരൂരിനെ വിമർശിക്കുന്ന കോൺഗ്രസ്സുകാരാന്ന് പറയട്ടെ. അല്ല, എത്രയോ നല്ല നേതാക്കന്മാരുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പം ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കർണാടക് ബേസിലാണ്, ഒരു കർണാടക ലോബിയിലാണ്. ഇപ്പൊ ശിവകുമാർ, സിദ്ധരാമയ്യ തുടങ്ങിയ ആ ഒരു ലോബിയുടെ പുറത്ത്. എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി ശക്തമായ ഒരു നിലയിൽ നിൽക്കുന്ന ഒരേ ഒരു സംസ്ഥാനം എനിക്ക് തോന്നുന്നു കർണാടക മാത്രമാണ്. അപ്പൊ കർണാടക ആയതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ കോൺഗ്രസ് പാർട്ടിയെ മുഴുവൻ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവ് ഈ കർണാടക ലോബിക്കുണ്ട്. ഈ ആ കർണാടക ലോബിയുടെ ഒരു ചുറ്റിപ്പറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധി. ഈ രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശം എന്താണെന്നറിയാം? ബാക്കിയുള്ളവർ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ഗുണഭോക്താവായി മാറുക എന്നുള്ളതാണ്. എന്ത് തേങ്ങ ഉടച്ചിട്ടാണ് ശരിക്കും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരിക്കാനുള്ള യോഗ്യത ഉണ്ടായത്? അതിനെക്കാട്ടിൽ എന്തുകൊണ്ടും ബെറ്റർ ആയിരുന്നു ശശി തരൂര്. ഒന്നുമില്ല 10 ചോദ്യമെങ്കിലും സഭയിൽ എണ്ണീറ്റ് ചോദിക്കും. നരേന്ദ്രമോദിയെ കാണുമ്പോൾ മുട്ട് വിറയ്ക്കത്തില്ല. ഇതങ്ങനെയല്ലോ, നരേന്ദ്രമോദിയെ കാണുമ്പോൾ മുട്ട് വിറയ്ക്കും രാഹുൽ ഗാന്ധിയുടെ. രാഹുൽ ഗാന്ധി എന്ത് ചെയ്യുന്നോ? പ്രധാനമന്ത്രി ഇല്ല, നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് HM ഉണ്ടോ എന്ന് നോക്കും. HM ഇല്ലെങ്കിൽ പുറത്ത്, അല്ലെങ്കിൽ ക്ലാസ് ടീച്ചർ അല്ലെങ്കിൽ ഇറങ്ങി വെളി പോത്തില്ലേ എന്ന് പറയുന്ന പോലെ രാഹുൽ ഗാന്ധി വന്നിങ്ങനെ തലയിട്ട് നോക്കിയപ്പം ലോക്സഭയിൽ പ്രധാനമന്ത്രി ഇല്ല. അപ്പോഴേ മുങ്ങി. പ്രധാനമന്ത്രി ഇല്ല, പിന്നെ നോക്കുന്ന ആളില്ല, ഹാജര് നോക്കുന്ന ആളില്ല, രക്ഷപ്പെട്ടില്ലേ? അപ്പൊ പിന്നെ ഈ പിള്ളേർ പുറത്ത് കറങ്ങിയടിച്ച് നടക്കുന്ന പോലെയാണ് രാഹുൽ ഗാന്ധി ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടും ഉത്തരവാദിത്വം ഇല്ലാതെ ഈ പറഞ്ഞ അച്ഛന്റെ പാത പിന്തുടർന്നുകൊണ്ട്, ഈ അവസ്ഥയിൽ അച്ഛന്റെ പാത പിന്തുടർന്നുകൊണ്ട് കിട്ടിയ ഒരു അംഗീകാരം എടുത്ത് വിഴുപ്പ് പോലെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരാളാണ് ശരിക്കും ഈ പറയുന്ന ഈ തീരെ ഉത്തരവാദിത്വം ഇല്ലാതെ ഒരു ആളാണ്. ശരിക്കും പറഞ്ഞ ഗർദഭം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, കഴുത അല്ലെ, കുങ്കുമം ചുമന്നുകൊണ്ട് നടക്കുന്ന കഴുതയുടെ അവസ്ഥയാണ് ശരിക്കും ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ ഉള്ളതെന്നാണ് വാസ്തവം.